2021-2022 SSLCB Family Meet and Onam Celebration. On behalf of this family, I extend my heartfelt welcome to each one of you. Before we begin today's program, let's take a moment to evoke grace, peace and positivity. A prayer help us to center ourselves. ഈശ്വര പ്രാർത്ഥനയ്ക്കായി ജോർജ് പി എ ആൻഡ് പാർട്ടിയെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. പുലരുമ്പോൾ മുതൽ ഞങ്ങൾ കാണുന്നു എങ്ങും നിൻ കലാവൈഭവം. ഇരുളുമ്പോൾ പോലും ദേഹഗോളം നിൻ വിരൽ തുമ്പിൽ തിരിയുന്നു. ദൈവമേ സച്ചിദാനന്ദ, ദൈവമേ ഭക്തവത്സല, ദൈവമേ നിൻ കൃപാവരം ഞങ്ങളിൽ ചൊരിയണമേ. സന്തോഷ് യോഗാധ്യക്ഷൻ ഓമ, യോഗ ഉദ്ഘാടനം ചെയ്യുന്നത് വൈസ് ചെയർമാൻ പീറ്റർ, സന്തോഷ്, ചാക്കോച്ചൻ, ബ്രദർ ആന്റണി. ഒരു സ്വാഗതം ആശംസിക്കുക എന്നതിന് അപ്പുറം നമ്മളെല്ലാവരും ഒരു കുടുംബമാണ്, കൂട്ടുകാരാണ്, നമ്മുടെ പാതികളാണ് വന്നിരിക്കുന്ന മറ്റുള്ളവർ. 4 പതിറ്റാണ്ടിന് ശേഷമാണ് നമ്മൾ പലരും ഒരുമിച്ച് കാണുന്നത് തന്നെ. ഇപ്പോൾ കുറേ അതുകൊണ്ട് തന്നെ പലരുടെയും മുഖമൊക്കെ മാറിയിട്ടുണ്ട്, പല രൂപങ്ങളൊക്കെ മാറിയിട്ടുണ്ട്. എല്ലാവരെയും പരിചയപ്പെടാനും വീണ്ടും ഒരുമിച്ച് കാണാനും സാധിച്ചത് എല്ലാവർക്കും ഒത്തിരി സന്തോഷം നൽകുന്ന ഒന്നാണെന്നാണ് നമുക്കറിയാം. ഞാൻ പറഞ്ഞു വന്നത് ഇതാണ്, നമ്മൾ ഈ ഗ്രൂപ്പ് തുടങ്ങിയിട്ട് സ്വാമീനെ കൂട്ടിച്ചേർത്തു. സ്വാമിയുടെ ഭയങ്കരമായ ഒരു ബൂസ്റ്റിംഗ്, ഭയങ്കരമായ ഒരു ഇൻഫ്ലുവൻസ് ആണ് ഇത്രയും സജീവമാകാൻ കാരണം. നമ്മൾ കഴിഞ്ഞ മെയ് മാസം സ്വാമിയുടെ സാന്നിധ്യത്തിൽ കുറച്ച് പേര് അനൗപചാരികമായിട്ടൊരു യോഗം ചേർന്നു. അന്നാണ് ഒന്നും കൂടി ഇത് ശക്തമാക്കുന്നതിനും ഗ്രൂപ്പിലേക്ക് കൂടുതൽ വരെ കൂട്ടിച്ചേർക്കുന്നതിനുള്ള തീരുമാനം കൈക്കൊള്ളുകയും ഒരു താൽക്കാലികമായ ഒരു കമ്മിറ്റി രൂപീകരിക്കുകയും ചെയ്തു. വളരെ ഉയർന്ന ഒരു വ്യക്തിത്വത്തിനുടമയാണ്. കാരണം വെച്ചാൽ അദ്ദേഹം ഒത്തിരി ആൽബങ്ങളിലൊക്കെ ലിറിക്സ്, ഗാനരചന എഴുതിയിട്ടുണ്ട്. നിങ്ങൾക്കൊരു പക്ഷേ അറിയാം. പിന്നെ സ്വിസ് സഞ്ചാരി എന്ന് പറഞ്ഞൊരു സംഭവം കൂടിയുണ്ട്. അദ്ദേഹം അതൊക്കെ വിശദീകരിക്കും. അത്ര ഉന്നതമായ ഒരു രീതിയിൽ വിദേശത്ത് നിന്നും നമ്മുടെ ഈ പരിപാടികളിൽ പങ്കെടുക്കാൻ എത്തിച്ചേർന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ പ്രിയതമയുണ്ട്. അദ്ദേഹത്തിന് നമ്മുടെ എല്ലാവരുടെയും പേരിൽ, ഈ യോഗത്തിൻ്റെ പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. മൂക്കന്നൂരിൻ്റെ ഹൃദയഭാഗത്ത് സൗമ്യ സ്റ്റുഡിയോ നടത്തുന്നു. അദ്ദേഹത്തെ അറിയാത്തവരാരും ഉണ്ടാവില്ല. ഈ പ്രോഗ്രാമിൻ്റെ മുഴുവൻ കാര്യങ്ങൾക്കും ചുക്കാൻ പിടിച്ച പീറ്ററാണ്. പീറ്ററിനെ എത്ര അഭിനന്ദിച്ചാലും മതിയായില്ല. അത്രമാത്രം ആരംഭം തുടങ്ങി അവസാനം വരെ, ഈ നിമിഷം വരെ ഒത്തിരി കഷ്ടപ്പെടുകയും ഒത്തിരി ബുദ്ധിമുട്ടുകയും ചെയ്തിട്ടുള്ള പീറ്ററെ പഠിക്കുന്ന കാലഘട്ടത്തിൽ സ്കൂൾ ലീഡറായിരുന്നു, ക്ലാസ് ലീഡറായിരുന്നു, സ്കൂൾ ലീഡറായിരുന്നു. ഇപ്പോഴും ലീഡർഷിപ്പ് ആ പവർ കാത്തു സൂക്ഷിക്കുന്ന ആളാണ്. ഇപ്പോഴും ലീഡർ തന്നെയാണ്. ഇപ്പം നമ്മുടെയും ലീഡറാണ്. അദ്ദേഹമാണ് എന്തുകൊണ്ടും ഈ യോഗം ഉദ്ഘാടനം ചെയ്യാൻ അനുയോജ്യനായ ഒരു വ്യക്തിത്വം. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ ഏറ്റവും സ്നേഹത്തോടെ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് മുഖ്യ സന്ദേശവും അനുഗ്രഹ പ്രഭാഷണമൊക്കെ നടത്തുന്ന ബ്രദർ ആന്റണിയാണ്. ബ്രദർ ആന്റണിയെ കാണുന്നത് 43 വർഷങ്ങൾക്ക് ശേഷമാണ്. അദ്ദേഹത്തിന് പീച്ചിയിലാണ് ഇപ്പോൾ വികലാംഗരെ ഒക്കെ ശുശ്രൂഷിക്കുന്ന ഒരു ആതുര സേവന രംഗത്താണ് അദ്ദേഹം നിലകൊള്ളുന്നത്. അദ്ദേഹത്തിൻ്റെ ആ പ്രഭാഷണം അത് കേൾക്കുവാൻ നമ്മൾ വളരെയധികം ആഗ്രഹമുണ്ട്. അദ്ദേഹത്തിൻ്റെ അനുഭവങ്ങളും പങ്കുവയ്ക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. നമുക്ക് മുഖ്യ പ്രഭാഷണം അതുപോലെ അനുഗ്രഹ പ്രഭാഷണമൊക്കെ നടത്താനായിട്ട് തീരുമാനിച്ചിരുന്നത് സ്വാമി അദ്വൈതാനന്ദ തീർത്ഥയായിരുന്നു. പക്ഷെ അദ്ദേഹത്തിന് അസൗകര്യം, ശാരീരികമായ ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ് ഇന്ന് വരാൻ കഴിയാതെ. അത് നമുക്കൊരു തീരാ നഷ്ടമാണ്. നമ്മുടെ ഈ ഗ്രൂപ്പിൻ്റെ പ്രവർത്തനങ്ങൾക്ക് ഭയങ്കരമായ ഊർജം നൽകിക്കൊണ്ടിരുന്ന ഒരു വ്യക്തിത്വമാണ്. ഇപ്പോഴും ഗ്രൂപ്പിൽ സജീവമാണ്. ഇപ്പോഴും ഒരു സമയം കിട്ടിയോ. അദ്ദേഹം ലോകപ്രശസ്തനായ ഒരു പ്രഭാഷകനാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അദ്ദേഹത്തിന് എല്ലാ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മുടെ ചാക്കോച്ചൻ വൈസ് ചെയർമാനാണ്. ചാക്കോച്ചനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ചാക്കോച്ചൻ ക്ലാസ്സിൽ എന്നല്ല സ്കൂളിലെ ടോപ്പ് ലീഡറായിരുന്നു. എന്ന് വെച്ചാൽ പഠിപ്പിസ്റ്റ് എന്നൊക്കെ പറയില്ലേ, നമ്മൾ ഒരു പഠിപ്പിസ്റ്റായിരുന്നു. ഇപ്പോഴും ചിന്തകളിലും പ്രവർത്തനങ്ങളിലൊക്കെ ഉന്നതമായ ചിന്തകളൊക്കെ കാഴ്ചവെക്കുന്ന ഒരു വ്യക്തിത്വമാണ്.
അദ്ദേഹത്തെ ഏറ്റവും സ്നേഹത്തോടെ ഓണ സന്ദേശം നൽകുവാനായിട്ട് സ്വാഗതം ആശംസിക്കുന്നു. സന്തോഷ് ട്രഷററാണ്, പൂതകുറ്റിയാണ് വീട്, എക്സ് മിലിറ്ററിയാണ്. പട്ടാള ചിട്ടയൊന്നും പുള്ളിയില്ല, ഒരു വളരെ സൗമ്യനാണ്. അദ്ദേഹത്തിന് എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. പിന്നെ നമ്മളുടെ ഇടയിൽ നിന്നും വേർപിരിഞ്ഞു പോയ കുര്യാക്കോസിന്റെ ഫാമിലിയുടെ ഫ്രണ്ടിൽ തന്നെയുണ്ട്. എല്ലാവരുടെയും പേരിൽ ഞങ്ങൾക്ക് വളരെ പ്രിയപ്പെട്ട ഒരാളായിരുന്നു കുര്യാക്കോസ്. കുര്യാക്കോസിന്റെ വൈഫും മക്കളും വന്നിട്ടുണ്ട്. അവരെയും എല്ലാവരുടെയും പേരിൽ സ്വാഗതം ആശംസിക്കുന്നു. ഇനിയും ഇവിടെ വന്ന് ചേർന്നിരിക്കുന്ന ഓരോരുത്തർ ഒത്തിരി ദൂരെ നിന്നൊക്കെ വന്നിട്ടുള്ളവരുണ്ട്. തൃശ്ശൂരിൽ നിന്ന് വന്നിട്ടുള്ളത് ജോർജ് ഇ ടി ഒക്കെ പ്രസംഗം പറയുന്ന ഏറ്റവും നന്നായിട്ട് പ്രസംഗം പറയുന്ന ആള് ജോർജാണ്. ജോർജ് ഇ ടി ഉണ്ട്. പിന്നെ ഗായകരായിട്ടുള്ളവരുണ്ട്. പല മേഖലകളിലും പ്രാവീണ്യം നേടി, ഇപ്പൊ ഈ ഇരിക്കുന്നവരെയും പ്രാവീണ്യം നേടിയിട്ടുള്ളവർ ചിലപ്പോൾ അവിടെ ഇരിക്കുന്നുണ്ടാവും, എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. എല്ലാവരെയും, ഈ വന്നിരിക്കുന്ന എല്ലാവരെയും ഒരിക്കൽ കൂടി ഏറ്റവും സ്നേഹത്തിന്റെ ബഹുമാനത്തോടെ സ്വാഗതം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. പറയാനാണ് എന്നെ ഏൽപ്പിച്ചിരിക്കുന്നത്. എങ്കിലും നമുക്ക് അമുഖമായി ഇത് പറയുന്നത് എന്താ വെച്ചാൽ, ഇന്ന് ഇവിടെ നിൽക്കാൻ അവസരം ഉണ്ടാക്കി തന്നതിന് സർവേശ്വരനോട് നമ്മൾ നന്ദി പറയുന്നു. അതോടൊപ്പം തന്നെ ടോമിനോട് ഞാൻ വളരെ സന്തോഷത്തോടുകൂടി പ്രത്യേകിച്ച് വിശിഷ്യ നന്ദി പറയുന്നു. കാരണം ടോം വിദേശത്താണെന്ന് എനിക്ക് ടോമിനെ അന്ന് വേഗം പിടികിട്ടിയിരുന്നില്ല. പക്ഷെ വിദേശത്തിരുന്നു കൊണ്ട് ഇത്രയും മെസ്സേജുകൾ അയച്ച് ഇവിടെ വന്നതിൽ കൂടുതൽ അന്ന് ആക്റ്റീവായി ഈ ടീമിനെ നയിക്കുകയും പീറ്റർ മൂക്കന്നൂരിൽ ഇരുന്നുകൊണ്ട് ബിസിനസിൻ്റെ ഇടയ്ക്ക് ഇത്രത്തോളം ഭംഗിയായി ചെയ്യുന്നു. ഫ്രാൻസിസ് അദ്ദേഹത്തിൻ്റെ ജോലി തിരക്കിനിടയിൽ നമ്മൾ സംഘടിപ്പിക്കാൻ ശ്രമിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. എനിക്കത് പ്രത്യേകിച്ച് എടുത്തു പറയാൻ തോന്നിയിട്ടുള്ളത്, എൻ്റെ വൈഫിൻ്റെ ഡിഗ്രി ഫൈനൽ ഇയർ ആ സമയത്തായിരുന്നു എൻ്റെ വിവാഹം. പക്ഷെ അവർ അന്ന് തൊട്ട് ഒത്തുകൂടുമ്പോൾ എന്നെ വിളിക്കുമായിരുന്നു, ഞാൻ അതിലെല്ലാം പങ്കെടുക്കുമായിരുന്നു. പക്ഷേ നമുക്കിങ്ങനെ ഒത്തുകൂടാൻ കഴിയുന്നില്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടുണ്ടെങ്കിലും ഇങ്ങനെ ഒരു അവസരം കിട്ടിയതിൽ വിശിഷ്യ എല്ലാവരോടും നന്ദി പറയുന്നു. ഞാൻ എൻ്റെ കടമയിലേക്ക് കടന്നു. മൂപ്പന്നൂർ SHSലെ 1981-82 SLC B ഡിവിഷനിലെ വിദ്യാർത്ഥികളുടെ ആദ്യ ഔപചാരിക യോഗം ഇന്ന് 2025 ഓഗസ്റ്റ് 30 ഇവിടെ നടക്കുകയാണല്ലോ. നീണ്ട 43 വർഷത്തിന് ശേഷമാണ് നമ്മുടെ ഈ ഒത്തുചേരൽ. ഈ വേളയിൽ നാം പരസ്പരം കണ്ട് ഓർമ്മകൾ പങ്കുവയ്ക്കുമ്പോഴും അതിൽ ചില കണ്ണുകൾ വിട്ടുപോയതായി നാം തിരിച്ചറിയുന്നു. നമ്മോടൊപ്പം ഇല്ലാത്ത കാലയവനിക്കുള്ളിൽ മറഞ്ഞ നമ്മുടെ ഏതാനും സഹപാഠികളാണ് ആ വിട്ടുപോയ കണ്ണുകൾ. അവരെ അനുസ്മരിക്കാതെ നമ്മുടെ ഒത്തുചേരൽ പൂർണ്ണമാകില്ല. അതിനകത്ത് ഒന്ന് ബസോലിയസ് PL, കുര്യാക്കോസ് PT, റോയ് PT, ചെറിയാച്ചൻ PD. നമ്മുടെ ഈ 4 സഹപാഠികളെ, അവരുമായി നമുക്കുണ്ടായിരുന്ന അടുപ്പങ്ങളെ നമുക്ക് സ്നേഹത്തോടെ ഓർക്കാം. അവരുടെ സ്മരണയ്ക്ക് മുമ്പിൽ നമ്മുടെ ആദരാഞ്ജലി അർപ്പിക്കാം. അതോടൊപ്പം വിട്ടുപിരിഞ്ഞ നമ്മുടെ അധ്യാപകരുമുണ്ട്. മുഴുവൻ ആളുകളെയും വിവരങ്ങൾ നമ്മുടെ പക്കൽ ഇപ്പോൾ ഇല്ല. ആയതിനാൽ പേരുകൾ പരാമർശിക്കാൻ സ്ഥലമില്ല. എന്നിരുന്നാലും മരിച്ചുപോയ നമ്മുടെ അധ്യാപകർക്കും നമുക്ക് ഇത്തരുണത്തിൽ നമ്മുടെ സ്നേഹപ്രണാമം അർപ്പിക്കാം. ആ സ്നേഹ സ്മരണയ്ക്ക് മുമ്പിൽ 1 മിനിറ്റ് എഴുന്നേറ്റ് നിന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. സ്വാമിജി, ബ്രദർ ആന്റണി, വേദിയിലിരിക്കുന്ന സഹപാഠികളെ, സദസ്സിലിരിക്കുന്ന സഹപാഠികളെ, അവർക്ക് പ്രിയപ്പെട്ട കുടുംബാംഗങ്ങളെ, എല്ലാവർക്കും എൻ്റെ വിനീതമായ നമസ്കാരം. 43 വർഷത്തിനു ശേഷം ഇങ്ങനെയുള്ള ഒരു ഒത്തുചേരൽ, അതോടനുബന്ധിച്ച് ഓണ സദ്യയും ഒന്നിച്ചുണ്ണാൻ കഴിയുന്നത് എന്തൊരു മനോഹരമായ, അല്ലെങ്കിൽ എന്തൊരു സുന്ദരമായ ഒരു മുഹൂർത്തമാണിത്. എല്ലാവരും PSC ടെസ്റ്റൊക്കെ എടുത്തിട്ടാണ് വന്നിരിക്കുന്നത്. ഞാൻ ഉദ്ദേശിച്ചത് പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ. ഇനി എടുത്തിട്ടില്ലെങ്കിലും പേടിക്കണ്ട. കാരണം ഇന്ന് നിങ്ങൾ ഒരു 15 അല്ലെങ്കിൽ 16 വയസ്സുകാരനായി മാറുകയാണ്. ചിലരുടെ സഹധർമ്മിണിമാർക്ക് കേട്ടപ്പോൾ ഒരു ചിരി വരുന്നുണ്ട്. ഈ 15 വയസ്സുകാരനെ കൂടി ഞാൻ തിരിച്ചു കൂടി വരും എന്ന് ഓർത്ത്. അപ്പോൾ ഇങ്ങനെ ഒരു മുഹൂർത്തം സമ്മാനിച്ചതിന് പിന്നിലെ കഥ കുറച്ച് ഫ്രാൻസിസ് പറഞ്ഞു. ഞാൻ കുറച്ചും കൂടി പൂർണ്ണമായിട്ട് പറയാം. ഏതോ 5-6 വർഷങ്ങൾക്ക് മുമ്പാണെന്ന് തോന്നുന്നു, അല്ലേ? ഫ്രാൻസിസ് ഫേസ്ബുക്ക് മെസ്സഞ്ചറിൽ എനിക്കൊരു ഹായ് വിട്ടു. ഞാൻ തിരിച്ചൊരു ഹോയ് വിട്ടു. ഈ ഹായും ഹോയും ആണ് ഇന്നത്തെ ഈ മുഹൂർത്തത്തിൻ്റെ തുടക്കം. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ നിരന്തരമുള്ള ചാറ്റിങ്ങിൽ എങ്ങനെ നമുക്ക് ഒത്തുകൂടാം എന്നതിനെ കുറിച്ചായിരുന്നു. പ്രാരംഭഘട്ടം എന്ന നിലയിൽ നമ്മളൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഫ്രാൻസിസ് തുടങ്ങി. ഞങ്ങൾ രണ്ടുപേരും മാറി മാറി കുറച്ച് പേരെ ആഡ് ചെയ്തു. മെസ്സേജുകൾ ഇടും, അല്ലെങ്കിൽ എന്തെങ്കിലും വോയിസ് ഇടും. പക്ഷേ നമ്മുടെ ഗ്രൂപ്പ് എന്താ പറയുക, എല്ലാവരും ഒരു ദൈവത്തെ പോലെയായിരുന്നു. ദൈവങ്ങളുടെ കാര്യം എങ്ങനെയാണെന്നറിയാലോ,
എല്ലാം കാണും, കേൾക്കും, മനസ്സിലാക്കും. പക്ഷേ ഒരു മറുപടി, ഒരു പ്രതികരണം ഉണ്ട്. ഇപ്പോഴും അതിന് മാറ്റമൊന്നും വന്നിട്ടില്ല എന്ന് തോന്നുന്നു. ആരും അപ്പോൾ ഇടയ്ക്കൊക്കെ നിങ്ങൾ ദൈവങ്ങളാകാതെ മനുഷ്യരും കൂടി ആവുക, അതൊരു അഭ്യർത്ഥനയാണ്. നിർജീവമായിക്കൊണ്ടിരുന്ന ഈ ഗ്രൂപ്പിൽ സ്വാമി ഒരു ദൈവദൂതനെ പോലെ അവതരിച്ചു. അദ്ദേഹത്തിൻ്റെ നിർദ്ദേശങ്ങൾ, അഭിപ്രായങ്ങൾ, ഉപദേശങ്ങൾ, അതുപോലെ ചെറിയ പ്രഭാഷണങ്ങൾ കൊണ്ടൊക്കെ ഈ ഗ്രൂപ്പിനെ സജീവമാക്കി. അതുവരെ ഉറങ്ങിയിരുന്ന പീറ്റർ പതുക്കെ ഉണർന്നു. അതോടുകൂടി നമ്മൾ ഒരു ട്രാക്കിലായി. പിന്നീട് സന്തോഷം ചാക്കോച്ചനും കൂടി വന്നപ്പോൾ ഈ ഗ്രൂപ്പ് ഒരു സജീവ ഗ്രൂപ്പായിട്ട് മാറി. അപ്പോൾ ഇന്നത്തെ ഈ പരിപാടികൾ ആസൂത്രണം ചെയ്തിരിക്കുന്നതിൽ 90% നമ്മുടെ പഴയ ലീഡറായ പീറ്ററാണ്. അന്ന് പീറ്റർ അത്ര നല്ല ലീഡറൊന്നും അല്ലായിരുന്നു. പക്ഷേ ഇപ്പം അദ്ദേഹം നല്ലൊരു ലീഡറാണെന്ന് തെളിയിച്ചിരിക്കുന്നു. കാരണം നമ്മൾ അദ്ദേഹത്തിനെ പിരിച്ചു വിട്ടിട്ടില്ല. ഫ്രാൻസിസ്, ചാക്കോച്ചൻ, സന്തോഷ്, ഇവരൊക്കെ കൂടി വന്നപ്പോൾ നമുക്കൊരു ഊർജം കിട്ടി. ഇതൊക്കെ കേട്ടിട്ട് നിങ്ങൾക്ക് നന്നായിട്ടൊന്ന് അവർക്ക് വേണ്ടി ഒന്ന് കൈയടിക്കാൻ തോന്നുന്നില്ല. പ്രായമൊക്കെ ആയതുകൊണ്ട് ഓർമ്മക്കുറവുണ്ട്. പക്ഷേ എനിക്ക് ഓർമ്മയില്ല എന്നുള്ള കാര്യം നല്ല ഓർമ്മയുണ്ട്. അതുകൊണ്ട് ഈ അധ്യക്ഷ പ്രസംഗം എന്നൊക്കെ പറയുമ്പോൾ എന്തെങ്കിലും പറയണമല്ലോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ചെറുതായിട്ടൊന്ന് എഴുതി വച്ചിട്ടുണ്ട്. എനിക്കറിയാം നമുക്ക് മലയാളികൾക്ക് ഏറ്റവും പെട്ടെന്ന് തീർന്നു കിട്ടണമെന്നുള്ള 2 കാര്യങ്ങളാണുള്ളത്. 1 പ്രസംഗം, 2 പ്രസംഗം. അതുകൊണ്ട് ഞാൻ അധികം പറയുന്നില്ല, കുറച്ച് പറഞ്ഞു നോക്കിക്കോളാം. പ്രിയപ്പെട്ടവരെ, 4 സുഹൃത്തുക്കൾ നമ്മളോടൊപ്പം ഇല്ല. അവരുടെ ഓർമ്മകൾ നമ്മുടെ മനസ്സിൽ ഇന്നും ജീവിക്കുന്നു. അവരുടെ സ്മരണയ്ക്ക് മുന്നിൽ ആദ്യമേ ആദരാഞ്ജലി അർപ്പിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. 43 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം വീണ്ടും കണ്ടുമുട്ടിയ ഈ സുന്ദരമായ നിമിഷത്തിൽ നിങ്ങളുടെ എല്ലാം സാന്നിധ്യത്തിൽ ഇങ്ങനെ സംസാരിക്കാൻ അവസരം ലഭിച്ചതിൽ എനിക്ക് അതിയായ സന്തോഷമുണ്ട്. ഈ വേദിയിൽ അധ്യക്ഷനായി നിൽക്കുമ്പോൾ എൻ്റെ മനസ്സിൽ 43 വർഷം പിന്നോട്ട് സ്കൂൾ മുറ്റത്ത് നമ്മൾ ഓടിക്കളിച്ച ആ നല്ല കാലത്തിലേക്ക് പറന്നു പോവുകയാണ്. ഇവിടെ കൂടിയിരിക്കുന്ന ഓരോരുത്തർക്കും അന്നത്തെ ധാരാളം കഥകൾ പറയാനുണ്ടാകും. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും കാണുമ്പോൾ ചിലരെ കണ്ടാൽ ഉടനെ തിരിച്ചറിയാം. മുഖം മാറിയിട്ടില്ല, പക്ഷേ ഫേസ് ആപ്പ് പോലെ അപ്ഡേറ്റ് വന്നിട്ടുണ്ട്. ചിലരെ കണ്ടാൽ തിരിച്ചറിയാൻ തലച്ചോറിനും കുറച്ച് ലോഡിംഗ് ടൈം വേണം. 43 വർഷം മുൻപ് നമ്മൾ കയ്യിൽ കരുതിയിരുന്നത് പേനയും പാഠപുസ്തകവുമായിരുന്നു. ഇന്ന് പലരുടെയും കയ്യിൽ കാണുന്നത് മൊബൈലും മരുന്ന് പെട്ടിയുമാണ്. അന്ന് നമ്മുടെ ബിഗ്ഗസ്റ്റ് ടെൻഷൻ എക്സാം ആയിരുന്നു. ഇന്നത്തെ ബിഗ്ഗസ്റ്റ് ടെൻഷൻ ഷുഗർ, കൊളസ്ട്രോൾ എന്നിവയൊക്കെയാണ്. എന്തായാലും ഒരു കാര്യം സത്യമാണ്, കാലം ഒത്തിരി മാറിയെങ്കിലും നമ്മുടെ സൗഹൃദം മാറിയിട്ടില്ല. ഇന്നും നമ്മൾ തമ്മിൽ കണ്ടാൽ മനസ്സ് വീണ്ടും ഞാൻ നേരത്തെ പറഞ്ഞ 15-16 ആകുന്നു. സൗഹൃദം എന്നത് കാലാവധി കഴിഞ്ഞാലും എക്സ്പയറി ഇല്ലാത്ത ഒരു മരുന്നാണ്. ഇന്നത്തെ ഈ സൗഹൃദ സംഗമം ഒരു റീയൂണിയൻ മാത്രമല്ല, മറിച്ച് നമ്മുടെ ഹൃദയങ്ങൾക്ക് വീണ്ടും റീചാർജ് കിട്ടുന്ന മഹത്തരമായ ഒരു നിമിഷവുമാണ്. ഓർമ്മകളാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. അന്ന് നമ്മൾ ഓടിക്കളിച്ച സ്കൂൾ മുറ്റവും വഴക്ക് കൂടിയ ക്ലാസ് മുറിയും കളിതമാശകൾ പറഞ്ഞ് ചിരിച്ച് ഉച്ചഭക്ഷണ സമയവുമെല്ലാം എൻ്റെ മനസ്സിൽ ഇന്നും പച്ച പിടിച്ചു നിൽക്കുന്നു. നമ്മുടെ ജീവിതമാകുന്ന പുഴ പല വഴിക്ക് ഒഴുകിപ്പോയെങ്കിലും ഈ ഓർമ്മകളാണ് നമ്മളെ ഇന്നും ബന്ധിപ്പിക്കുന്ന കണ്ണികൾ. കാലം നമ്മെ പല ദിക്കുകളിലേക്കും എത്തിച്ചു. നമ്മുടെ മുഖങ്ങളിൽ ചെറിയ ചുളിവുകൾ വീണു, മുടിക്ക് നര വന്നു. പക്ഷേ നമ്മുടെ മനസ്സിലുള്ള ആ പഴയ 10ാം ക്ലാസ്സിലെ കുട്ടിക്ക് ഒരു മാറ്റവുമില്ല. ആ കുട്ടിയുടെ ചിരിക്ക് ഇന്നും അതേ സൗന്ദര്യമുണ്ട്. സൗഹൃദം കേവലം ഒരു ബന്ധമല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തിന് നിറം നൽകുന്ന ഒരു മഴവില്ലാണ്. ഇരുളടഞ്ഞ വഴികളിൽ വഴിവിളക്കായും കൊടുങ്കാറ്റിൽ അഭയവുമാകുന്ന തുറമുഖമായും സന്തോഷങ്ങളിൽ ഇരട്ടി മധുരം നൽകുന്ന ഒരു മധുര പലഹാരമായും സൗഹൃദം എന്നും നമ്മോട് കൂടെയുണ്ട്. ഒരു ചെറിയ വിത്തിൽ നിന്ന് തുടങ്ങി സൂര്യപ്രകാശവും വെള്ളവും ലഭിച്ച് അത് പതുക്കെ പതുക്കെ വലിയ മരമായി വളരുന്നു. അതുപോലെയാണ് സൗഹൃദവും. പരസ്പര വിശ്വാസവും സ്നേഹവും സത്യസന്ധതയും എന്ന വളം ചേർത്ത് നനയ്ക്കുമ്പോൾ സൗഹൃദം എന്ന മരം പടർന്ന് പന്തലിക്കുന്നു. ആ മരത്തിൻ്റെ തണലിലാണ് നാം ആശ്വസിക്കുന്നതും വിശ്രമിക്കുന്നതും. കാലം എത്ര കഴിഞ്ഞാലും ആ മരം നമുക്ക് തണലും തണുപ്പും നൽകിക്കൊണ്ടേയിരിക്കും. ഈ ലോകത്തെ ഒരുപാട് ബന്ധങ്ങളുണ്ട്. എന്നാൽ എല്ലാ ബന്ധങ്ങളെക്കാളും
സൗന്ദര്യമുള്ളതും ആഴമുള്ളതുമാണ് സൗഹൃദം. ചില സൗഹൃദങ്ങൾ ഒരു പുഴ പോലെയാണ്, എത്ര ദൂരം ഒഴുകിപ്പോയാലും അത് അതിൻ്റെതായ വഴിയുണ്ടാകും. മറ്റു ചിലത് ഒരു കടൽ പോലെയാണ്, ആഴവും പരപ്പുമുണ്ട്. നമ്മുടെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളെയും മനോഹരമാക്കാൻ നല്ല സൗഹൃദങ്ങൾക്ക് കഴിയും. ഒരിക്കൽ നമ്മുടെ സ്കൂളിലെ ചുമരുകൾക്ക് പോലും അറിയാമായിരുന്നു നമ്മുടെ കൂട്ടുകെട്ടുകൾ. ഒരേ ബെഞ്ചിൽ ഒതുങ്ങിയിരുന്ന് നമ്മൾ പങ്കുവച്ച സ്വപ്നങ്ങളും മോഹങ്ങളും പരീക്ഷാ പേടിയിൽ നമ്മൾ അനുഭവിച്ച ടെൻഷനുമെല്ലാം ഈ നിമിഷത്തിൽ എൻ്റെ ഓർമ്മയിലേക്ക് കടന്നു വരുന്നു. കാലം മുന്നോട്ട് പോകുന്തോറും പലപ്പോഴും നമുക്ക് ഈ സൗഹൃദങ്ങൾക്കിടയിൽ അകലങ്ങൾ ഉണ്ടാവാറുണ്ട്. തിരക്കിട്ട ജീവിതത്തിൽ നമ്മൾ പലപ്പോഴും പലരെയും മറന്നു പോകാറുണ്ട്. പക്ഷേ ഈ ഒത്തുകൂടലിൽ നമ്മളെല്ലാവരും വീണ്ടും പഴയ നമ്മളായി മാറുന്നു. നമ്മുടെ സൗഹൃദത്തിന് പ്രായം ഒരു തടസ്സമല്ലെന്ന് നമ്മൾ വീണ്ടും തെളിയിക്കുന്നു. നമ്മുടെ ജീവിതത്തിൽ ഒരു പുനരാരംഭം ഉണ്ടാകുന്നത് നല്ലതാണ്. ഈ ഒത്തുകൂടൽ നമ്മുടെ പഴയകാല ഓർമ്മകൾക്ക് ഒരു നവജീവൻ നൽകട്ടെ. നമ്മുടെ ഈ സൗഹൃദം ഇനിയും മുന്നോട്ട് പോകട്ടെ. സോ മൈ ഡിയർ ഫ്രണ്ട്സ്, മണി മേ ഫിനിഷ്, പൊസിഷൻ മേ വാനിഷ്, ഹെൽത്ത് മേ ഡിമിനിഷ്, ബട്ട് ഫ്രണ്ട്ഷിപ്പ് ഓൾവേസ് റിന്യൂ ലൈക്ക് എ ഡ്രൈവിംഗ് ലൈസൻസ്. സൗഹൃദം ഒരു നിധിയാണ്, അതിനെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യുക. ഓരോ സൗഹൃദവും വിലപ്പെട്ടതാണ്. നമ്മുടെ ജീവിതത്തെ സമ്പന്നമാക്കുന്ന ഇത്തരം സൗഹൃദങ്ങളെ നമുക്ക് സ്നേഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യാം. കുഞ്ഞുണ്ണി മാഷ് തൻ്റെ കവിതയിൽ പറഞ്ഞിരിക്കുന്നത് പോലെ ഒന്നായാൽ നന്നായി, നന്നായാൽ ഒന്നായി, ഒന്നായി നന്നാവാനും നന്നായി ഒന്നാവാനും നമ്മുടെ ഈ സൗഹൃദ കൂട്ടായ്മയ്ക്ക് കഴിയട്ടെ എന്നും, അതുപോലെ സമത്വ ഭാവനയുടെ സുന്ദരമായ ഒരു ഉത്സവമാണ് ഓണം. ഈ ഓണനാളിൽ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. നന്ദി, നമസ്കാരം.